ഗസയെ പുനഃസൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈജിപ്തിൽ ഒത്തുകൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടി ഒന്നാം ഘട്ടം സമാപിച്ചു. വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും നയങ്ങളും പറയുകയും ഇസ്രായേലും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് നേരത്തെ തുറന്നു കാണിക്കുകയും ചെയ്ത ഉച്ചകോടിയായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത്. അറബ് രാഷ്ട്രങ്ങളിലെ പരമാവധി രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുകയും കൃത്യമായിരിക്കുന്ന നയനിലപാടുകൾ പറയുകയും ചെയ്തു. സൗദി അറേബ്യയാണ് ഏറ്റവും കർക്കശമായിരിക്കുന്ന ചില നയങ്ങൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതായത് പുനഃസൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കുക, അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുന്ന ടെന്റുകൾ നിർമ്മിക്കുക, ഭക്ഷണം എത്താത്ത മേഖലയിലേക്ക് എത്തിക്കുക, ആശുപത്രി ചികിത്സാ സംബന്ധമായ കാര്യങ്ങളും ഈ പള്ളി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഇത്തരം കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചത്. അതിനെ UAEയും കുവൈത്തും ഖത്തറും അടക്കുന്ന രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും അത് ഏറെക്കുറെ അത്യാവശ്യമാണ് എന്നുള്ളതിന്റെ ഒരു സൂചന ആ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. എന്നാൽ ചില നിർദ്ദേശങ്ങൾ ഈജിപ്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗസയുടെ ഭരണം